ഗവർണർക്കെതിരെ SFI ഇന്ന് സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കും. കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലെത്തിയാൽ തടയുമെന്നും SFI അറിയിച്ചു. നാളെ കേരള സർവകലാശാലയിലേക്ക് ഡിവൈഎഫ്ഐയും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. വിവരങ്ങളുമായി റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. റിനു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടു. ഇന്നും സമാനമായ രീതിയിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണോ SFI? VC തടയും എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ് SFIയുടെ ആലോചന? കേരളയിൽ സംഭവിക്കുന്നത് എന്താണ്? പുതിയ വിവരങ്ങൾ എന്താണ് റിനു? റിജിത്ത്, ക്രിസ്റ്റീന, എന്തായാലും സമാനതകളില്ലാത്ത സമരമുറയ്ക്കാണ് കഴിഞ്ഞ ചില ദിവസങ്ങളിൽ സർവകലാശാല ആസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. ഇന്നും അത്തരമൊരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ളതാണ് SFIയിൽ നിന്നും DYFIയിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. നമുക്കറിയാം, വൈസ് ചാൻസലറായിട്ടുള്ള മോഹൻ കുന്നുമ്മലിന് രജിസ്ട്രാർ കഴിഞ്ഞ ദിവസം ഈ അവധി അപേക്ഷ നൽകിയിരുന്നു. അത് നിരസിക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം താൻ സസ്പെൻഷനിലാണെന്നും അതുകൊണ്ട് തന്നെ ഓഫീസിലേക്ക് എത്തരുത് എന്നുള്ള ഒരു നോട്ടീസും മോഹൻ കുന്നുമ്മൽ വൈസ് ചാൻസലർ രജിസ്ട്രാർക്ക് നൽകി. പക്ഷേ സിൻഡിക്കേറ്റ് അക്കാര്യം റദ്ദാക്കിയെന്നും തന്നെ തിരികെ നിയമിച്ചെന്നുമുള്ള ഒരു മറുപടി രജിസ്ട്രാറും തിരികെ മോഹൻ കുന്നുമ്മൽ വൈസ് ചാൻസലർക്ക് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രജിസ്ട്രാർ അനിൽകുമാർ ഇവിടേക്ക് ആസ്ഥാനത്തേക്ക് എത്തും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പോരിലേക്ക് പോകും എന്നുള്ളതാണ്. ഒപ്പം വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുമ്പോൾ SFI പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായി എത്തുമെന്നുള്ള ഒരു സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്ന് രാജ്ഭവനിലേക്കും SFIയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സംസ്ഥാന വ്യാപകമായി ഈ ഗവർണർ വൈസ് ചാൻസലർ ഉപയോഗിച്ചുകൊണ്ട് സർവകലാശാല കാവ്യവൽക്കരിക്കുവാനുള്ള ഒരു നീക്കം നടത്തുന്നതിൽ പ്രതിഷേധിച്ച് പഠിപ്പ് മുടക്കുകയാണ് SFI. നേരത്തെ തന്നെ ഈ പഠിപ്പ് മുടക്ക് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ സ്കൂളുകളിലേക്ക് ഇന്ന് SFI യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് ഇന്നും അനന്തപുരി സാക്ഷ്യം വഹിക്കുമെന്നുള്ളതാണ്. DYFI ഇന്നും തിരുവനന്തപുരത്ത് സർവകലാശാല ആസ്ഥാനത്തേക്ക് 10 മണിക്ക് വലിയ രീതിയിലുള്ള ഒരു മാർച്ച്, പ്രതിഷേധ മാർച്ച് ഗവർണർക്കെതിരെ സംഘടിപ്പിക്കും എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പും നൽകിയിട്ടുണ്ട്. എന്തായാലും സർക്കാർ ഗവർണർ പോര് മുറുകുന്നു. ഒപ്പം SFI ഗവർണർ പോര് അതിരൂക്ഷമായി മുറുകുകയാണ്. ഒപ്പം SFI വൈസ് ചാൻസലർ പോരും മുറുകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. റിജിത്ത, SFIയുടെ പഠിപ്പ് മുടക്കുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുകയായിരുന്നു റിനു ശ്രീധർ.